മൈക്കോളജിയിലെ റിമൈനിങ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കും, ആൻസർ വായിക്കും, ആ ഒരു രീതിയിലായിരിക്കും പോകുന്നത്. മറ്റൊന്നുമല്ല, നമുക്ക് ഓപ്ഷൻ വായിക്കുന്ന അത്രയും സമയം കൂടുതൽ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാം എന്നുള്ള, അല്ലെങ്കിൽ കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം എന്നുള്ളൊരു ധാരണയിലാണ് അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇനി അതല്ല, ഓപ്ഷൻസ് വായിക്കണം എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുക. ഓക്കെ, അപ്പം ഓരോ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോഴും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്നെ ആൻസർ ഏതാണെന്ന് പറയാം, അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം ഞാൻ ആൻസർ പറയുന്ന സമയത്ത് കറക്റ്റ് ആണോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പം എല്ലാ തവണയും പറയുന്ന പോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആദ്യം ഈ ഒരു സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, പിന്നെ ഇനി പരീക്ഷ നമുക്കറിയാം 19-ാം തീയതിയാണ്. ഇനി ഏകദേശം ഒരു 17 ദിവസം കൂടിയേ ഉള്ളൂ. അപ്പം കുറച്ചുകൂടി നമ്മൾ ഫാസ്റ്റ് ആക്കേണ്ടതുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ ടൈം മാനേജ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, മിക്സോമൈക്കോട്ടയിലുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മിക്സോമൈക്കോട്ട ആർ കോമൺലി കോൾഡ്. മിക്സോമൈക്കോട്ട ആർ കോമൺലി കോൾഡ് എന്താണ്? ഓപ്ഷൻ ബി സ്ലൈം മോൾഡ്സ് ആണ്. സ്ലൈം മോൾഡ്സ്. അടുത്ത ചോദ്യം, മിക്സോമൈക്കോട്ട ആർ പ്ലേസ്ഡ് അണ്ടർ. The vegetative body is മിക്സോമൈക്കോട്ടയുടെ വെജിറ്റേറ്റീവ് ബോഡി ഈസ് ഓപ്ഷൻ സി പ്ലാസ്മോഡിയം. ഓപ്ഷൻ സി പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയം ഈസ് ഓപ്ഷൻ ബി multinucleate mass of protoplasm. multinucleate mass of protoplasm. അടുത്ത ചോദ്യം, ന്യൂട്രീഷൻ ഇൻ മിക്സോമൈക്കോട്ട. ന്യൂട്രീഷൻ ഇൻ മിക്സോമൈക്കോട്ട ഈസ് ഓപ്ഷൻ ബി സാപ്രോഫൈറ്റിക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, asexual reproduction is by option B spores. Next question, the spores in Myxomycota are option B non-motile. Next question, under favorable conditions the plasmodium forms option B sclerosium. Plasmodium form sclerosium. Next question, spore germination produces option C swarm cells or amoeboid cells. Next, swarm cells are option B flagellated. Next, which is not a feature of Myxomycota? The answer is option B mycelium. Next, കറക്റ്റ് മാച്ച് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യുന്നതിനാണ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി സ്വാം സെൽസ് മോട്ടൈൽ. അടുത്തത് മാസ്റ്റിഗോമൈക്കോട്ടയിലുള്ള ചോദ്യങ്ങളാണ്. മാസ്റ്റിഗോമൈക്കോട്ട ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ഓപ്ഷൻ ബി ഫ്ലെജല്ലേറ്റഡ് സ്പോർസ്. മാസ്റ്റിഗോമൈക്കോട്ട ആർ ഓൾസോ കോൾഡ് ലോവർ ഫഞ്ചൈ. ഓപ്ഷൻ സി. Next, the term Mastigomycota refers to option B fungi with flagellated cells. Next, hyphae in Mastigomycota are option B aseptate or cenocytic. അടുത്ത ചോദ്യം, cell wall is mainly composed of option B cellulose. അടുത്ത ചോദ്യം, വെജിറ്റേറ്റീവ് ബോഡി ഈസ് ഓപ്ഷൻ ബി മൈസീലിയൽ. നെക്സ്റ്റ്, asexual reproduction occurs by option B zoospores. Next, zoospores are option B motile. Next, sexual reproduction is option B oogamy. അടുത്തത്, fusion of gametes in Mastigomycota lead to option B oospore. Next, Mastigomycota are mostly aquatic. Option C aquatic. ഇനി common example of Mastigomycota is option B albuco.
അടുത്തത് which feature distinguishes mastigomycota? Which feature distinguishes mastigomycota? The answer is option B, flagellated spores. Flagellated spores. അടുത്തത് which is correctly matched? സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. The answer is option B, mastigomycota zoospores. Mastigomycota zoospores. Mastigomycota differ from higher fungi by option B, the presence of flagella. Presence of flagella. അടുത്തത് സൈഗോമൈക്കോട്ടയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. Zygomycota are commonly called option C, conjugation fungi. Option C, conjugation fungi. The vegetative body of Zygomycota is option B, mycelial. Mycelial. The hyphae in Zygomycota are option B, aseptate or cenocytic. Aseptate or cenocytic. Next, asexual reproduction occurs by in Zygomycota. Asexual reproduction occurs by option B, sporangiospores. Sporangiospores. Sporangiospores are produced inside option B, inside sporangium. Option B, sporangium. Next, sporangiophore is option B, structure bearing sporangium. Structure bearing sporangium. Sexual reproduction is by option C, conjugation. Sexual reproduction is by option C, conjugation. Sexual spores are called in Zygomycota. Sexual spores are called option C, zygospores. Option C, zygospores. Next, zygospore is option B, thick-walled resting spores. Okay, zygospore is thick-walled resting spore. Zygospore is formed after option B, fusion of gametangia. Zygospore is formed after the fusion of gametangia. One common example of Zygomycota. Common example of Zygomycota, option B, rhizopus. Option B, rhizopus. Rhizopus is commonly known as bread mold. Option B, bread mold. Zygomycota are mostly option B, terrestrial. Terrestrial. Next, which is characteristics of Zygomycota? Okay, which feature is characteristic of Zygomycota? The answer is option B, zygospore formation. Zygospore formation. Next, which is correctly matched? Correctly matched ആയിട്ടുള്ളത് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. The option is option C, Zygomycota sporangiospores. Zygomycota sporangiospores. Next, Zygomycota differ from Mastigomycota by the absence of motile cells. Option B, absence of motile cells. Which structure helps survival in adverse condition? Which structure helps survival in adverse condition? Zygomycotയിൽ അഡ്വേഴ്സ് കണ്ടീഷനെ സർവൈവ് ചെയ്യുന്നതിനുള്ള സ്ട്രക്ചർ ഏതാണ്? ഓപ്ഷൻ ബി, സൈഗോസ്പോർ ആണ്. സൈഗോസ്പോർ. അടുത്തത് ആസ്കോമൈക്കോട്ടയിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ആസ്കോമൈക്കോട്ട ആർ കോമൺലി കോൾഡ് സാക് ഫംജൈ. Ascomycota are commonly called sac fungi. Option B. The vegetative body of Ascomycota is option B, mycelial. Mycelial ആയിട്ടുള്ള vegetative body ആണ്. Hyphae in Ascomycota are septate. Option B, septate. Hyphae in Ascomycota are option B, septate. Next, cell wall is made of option B, chitin. Okay, Ascomycota cell wall is made of chitin. Option B. Asexual reproduction occurs by option B, conidia. Asexual reproduction occurs by conidia. Conidia are produced on conidiospores. Conidia are produced on conidiospores. ഇതൊക്കെ പറയുന്നത് നമ്മുടെ Ascomycota കുറിച്ചിട്ടാണെന്നുള്ളത് ഓർക്കണേ. Okay, അപ്പോൾ conidia are produced on option B, conidiospores. Next, yeast produces asexually by budding. Option B, budding. Sexual spores are ascospores. Okay, in Ascomycota the sexual spores are ascospores. Option B. Ascospores are formed inside option C, ascus. Ascospores are formed inside ascus. Next, number of ascospores typically in an ascus is 8. Okay, the answer will be option C, 8. Fruiting body of Ascomycota is called ascocarp. Fruiting body of Ascomycota is called ascocarp. Option B. Example of Ascomycota. Option C, penicillium. Next, yeast belong to
option B, Ascomycota. Yeast belong to option B, Ascomycota. Moral belong to Ascomycota. Which is characteristics of Ascomycota? Option D, ascospore. Next, which is correctly matched? Which is correctly matched? The answer is option B, Ascomycota ascus. അടുത്തത് dikaryotic stage is present in. Dikaryotic stage is present in option B, fungi including Ascomycota. Fungi including Ascomycota. Next, Ascomycota differ from Zygomycota by the presence of septate hypha. Ascomycota differ from Zygomycota by the presence of septate hyphae. Option B. Next, Basidiomycota കുറച്ച് questions നോക്കാം. Basidiomycota are commonly called as club fungi. Basidiomycota are commonly called as club fungi. Option B. The vegetative body of Basidiomycota is mycelial. Option B. Hyphae in Basidiomycota are option B, septate. Cell wall is made up of option B, chitin. Asexual reproduction in Basidiomycota is rare or absent. Asexual reproduction in Basidiomycota is rare or absent. Sexual spores are option C, basidiospores. In Basidiomycota, sexual spores are basidiospores. Basidiospores are produced on option B, basidium. Basidium is typically option B, club shaped. Basidium is typically club shaped. Number of basidiospores typically formed on a basidium is option B, 4. The number of basidiospores typically formed on a basidium is option B, 4. Next, dominant phase in Basidiomycota. Dominant phase in Basidiomycota is option C, dikaryotic. Dikaryotic stage means 2 nuclei per cell. Option B. Fruiting body is called option B, basidiocarp. Example of Basidiomycota, option C, agaricus. Next, Puccinia causes, option B, rust disease. Astilago causes, option B, smut. അടുത്തത് Deuteromycotയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. Deuteromycota are commonly called option C, imperfect fungi. Deuteromycota are commonly called as imperfect fungi. Deuteromycota are called imperfect fungi because sexual stage is unknown in Deuteromycota. So the answer is option C, sexual stage unknown. Next, vegetative body is option B, mycelial. Hyphae in Deuteromycota are septate. Option B. In Deuteromycota, reproduction occurs mainly by option C, conidia. Conidia are produced on conidiophores. Sexual reproduction is option C, absent or unknown. Example of Deuteromycota is Aspergillus. Option C, Aspergillus. Another example is Penicillium. Which structure is the characteristics of Deuteromycota? The answer is option C, conidia, which is directly matched. Option B, Deuteromycota, conidia. When sexual stage is discovered, Deuteromycota are classified into option B, true fungal groups, Ascomycota or Basidiomycota. Next, Deuteromycota differ from other fungi by the absence of sexual reproduction. Option B. അടുത്തത് ഫംഗൽ അസോസിയേഷൻസിന്റെ കുറച്ച് ചോദ്യങ്ങളാണ്. Symbiosis is refers to the mutual benefit between organisms. Option B. Saprophyte obtain food from dead organic matter. Option B. Fungi acting as decomposers show saprophytism. Option B. Mycorrhiza is an association between roots and fungi. Option B. In mycorrhiza, fungi help
plants in mycorrhiza, fungi helps plant in option B water and mineral absorption. Water and mineral absorption. Plants provide fungi with option B organic food. Next, ectomycorrhiza forms outside root surface. അടുത്ത question, endophytes are fungi that lives in option B inside plant tissue. Endophytes are fungi that live option B inside plant tissue. Next, endophytes are generally option C. Next, lichens are association between algae and fungi, option B. The algal partner in lichen is called phycobiont, option B. The fungal partner is called mycobiont, option B. In lichens, algae provide food, option C. Fungi provide algae with water, minerals and protection, option B. Decomposition by fungi helps in nutrient cycling, option B. Fungi degrade environmental pollutants such as pesticides, option B. Breakdown of industrial waste by fungi is called bioremediation, option B. Next question, lignin is degraded mainly by fungi, option B. White rod fungi are important for lignin degradation. Option B. Next, fungi are important source of antibiotics, option B. Next, yeast is used in fermentation, option B. Next question, fungi are used in industry for all of the above ആണ് ആൻസർ. അതായത് എൻസൈം പ്രൊഡക്ഷന് യൂസ് ചെയ്യുന്നുണ്ട്, ഫുഡ് പ്രോസസ്സിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഓർഗാനിക് ആസിഡ് പ്രൊഡക്ഷനും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത്, ടോക്സിക് സബ്സ്റ്റൻസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഫംഗി ആർ കോൾഡ് mycotoxins, option B. അടുത്തത്, aflatoxins is produced by Aspergillus, option B. Aflatoxins mainly affect liver, option B. Mycotoxins are commonly found in stored food grains, option B. Fungal toxins can cause disease in humans and animals, option B. നെക്സ്റ്റ്, കറക്റ്റ് മാച്ച് ആയിട്ടുള്ളത് കണ്ടുപിടിക്കാനാണ്. ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, അസ്പെർജില്ലസ് എഫ്ലാടോക്സിൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പ്രോസസ് ഹെൽപ്സ് ഇൻ ക്ലീനിങ് പൊല്യൂട്ടഡ് എൻവിറോൺമെന്റ്? Option B, bioremediation. Next, ergotism is caused by fungi, option C ആണ്. ഏത് ഫംഗി ആണ്? ക്ലാവിസെപ്സ് പെർപ്യൂരെ ആണ് എർഗോട്ടിസം കോസ് ചെയ്യുന്നത്. The host plant commonly affected by ergot fungus is rye, option C. അടുത്ത ചോദ്യം, ergotism is also known as St. Anthony's fire, option B. The toxic substances
produced in ergotism are alkaloids. Option B. Ergot fungus belong to Ascomycota. Ergot fungus belong to Ascomycota. Option B. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മൈക്കോളജിയിലെ ക്വസ്റ്റ്യൻസ്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്നാണ് എൻ്റെ വിശ്വാസം. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻസ് ആയിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. നമ്മൾ ഇപ്പം നമ്മുടെ ചാനലിലൂടെ HSST ബോട്ടണിയുടെ സിലബസ് വൈസുള്ള റിവിഷൻ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസിലൂടെ പഠിക്കുക എന്നുള്ളൊരു മെത്തേഡാണ്. അത് ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ HSST NCERT ടെക്സ്റ്റിൻ്റെ MCQ നമ്മൾ ഒരു സീരീസ് പോലെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെ 2 സീരീസാണ് നമ്മൾ ചാനലിൽ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ 2 സീരീസും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ഷുവറായിട്ടും ബെനിഫിഷ്യൽ ആയിരിക്കും, യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, താങ്ക് യു.